എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഈ ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ചന്തയൊക്കെ കണ്ടോണ്ടേ. എന്നിട്ടും മൊത്തത്തിലെടുക്കാൻ പറ്റിയില്ല. അവനാൽ കഴിയുന്നതൊക്കെ അവൻ എടുത്തു. പിന്നെന്താ, വീവേച്ച് പറഞ്ഞായിരുന്നു ചക്കയൊക്കെ കഴിച്ചു, ആവശ്യത്തിന് കഴിച്ചു. ഇനി അടുത്ത വർഷമൊക്കെ തുള്ളത്. സത്യം പറയാൻ ഇനി എന്താ അടുത്ത വർഷമാണോ അത് കഴിഞ്ഞാണോ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നാട്ടിലായിരിക്കുന്നുണ്ടേ ഇവിടെ ആങ്ങളെയും പറയും, ഇപ്പോഴെല്ലാം കഴിക്കാൻ പറ്റുമോ, നിങ്ങൾ ആവശ്യത്തിന് കഴിച്ചു. അതുകൊണ്ട് എന്നും അവൻ പറയും പറ്റുന്നിടത്തോളം വീട്ടിൽ ചക്കയും വേവിയിൽ ചക്കപ്പഴവും ഞങ്ങൾ ആദ്യമൊന്നും ചിന്തിച്ചില്ല കിട്ടുമെന്ന്. ചക്കപ്പഴം ആവശ്യത്തിനെല്ലാം കഴിച്ചു. ഒരു തീരുവോളം കഴിച്ചു. പിന്നെന്താ, മഴ അതാ ഒരു പ്രയാസം. തുണികളൊക്കെ ഉണങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ. അപ്പോൾ കൊതുവിന് ആരോ പറയാൻ കുന്തിരിക്കൊക്കെ പോയിക്കും. എന്നാലും കൊതുക അതോ ഇങ്ങോട്ട് കയറി വരുന്ന കണ്ട ഈ ചീവീടിൻ്റെ സൗണ്ട് ഒട്ടും പറ്റുന്നില്ല. കൊച്ചൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കടച്ച് ഇവിടെ വെളിയിൽ വന്നിരിക്കുക. അവൻ ഇപ്പോൾ കാണുവാണെങ്കിൽ ഓടി വരും. ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞ് ഭയങ്കര സ്റ്റൈലും കൊണ്ട്. മറ്റേ അങ്ങനെ സൈലൻ്റ് ആണെന്നല്ല, അവന് തൻ്റെ നിന്ന് കളിക്കും. അവൻ്റെ ടോയ് കാണുമ്പോൾ എടുത്ത് അവന് ദേഷ്യം വന്നാൽ അവനും രണ്ടുപേരും ഇവിടെ മുക്കും. പിന്നെ ചേച്ചി പറഞ്ഞായിരുന്നു, ഇരട്ട പിള്ളേരെയൊക്കെ വളർത്താൻ സത്യം അയ്യോ ഒത്തിരി അനുഭവിച്ച് വരും. താഴെയൊന്നും പാത്രമൊന്നും ആദ്യമൊക്കെ വെക്കാക്കത്തില്ല. എല്ലാം മണ്ടയിലായിരിക്കും. ഒരാളാണെങ്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അടുത്ത ആൾ വേറെ എടുത്തുകൊണ്ട് പോകും. ചൂലും പാത്രങ്ങളും എല്ലാം ഇവന്മാർ എടുത്ത് വലിച്ചുകൊണ്ട് ഫ്രണ്ട് റൂമിൽ പോകുമായിരുന്നു. ഇപ്പോൾ ഇച്ചിരിയൊക്കെ അറിവായി. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോണ്ടേ ഇച്ചിരിയൊക്കെ കുറവുണ്ട്. ഇവർ പറയുന്നത് നിങ്ങളുള്ളത് കൊണ്ടാണ് ഇച്ചിരി അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇല്ല കിളിറാൻ റാഞ്ചുന്നത് പോലെ എപ്പോഴും അടുക്കളയിലായിരിക്കും വന്ന് എല്ലാം ഓരോന്നൊക്കെ തട്ടിപ്പറക്കി എടുത്തോടൊക്കെ പോകുന്നു. കൊച്ചവനില്ലേ കുരങ്ങൻ വലിഞ്ഞു കയറുന്നത് പോലെ ഷെൽഫിലും അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞു കയറുന്നത്. അവനിൽ സ്പ്രിങ് പോലെ ഓടി നടക്കുന്നത്. ഇവിടെ നിൽക്കുന്നതും കാണാം, അവിടെ പറന്നെത്തുന്നതും കാണാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. കഴിഞ്ഞ ദിവസം ഞാൻ കുടംപുളി പഴുത്തതും കൊണ്ട് കറി വെച്ചെന്ന് പറഞ്ഞാൽ ലത പറഞ്ഞായിരുന്നു, അയ്യോ പുളിയും കൊണ്ട് കറിയോന്ന്. ഞാനും അങ്ങ് അതിശയിച്ചു പോയി. നല്ല രുചിയാണ്. നമ്മൾ മാങ്ങാക്കറി വെക്കുന്നത് പോലെ സെയിം വെച്ച, പക്ഷേ ഇതിൻ്റെ കാരം ഇച്ചിരി കളയണമെന്ന് പറഞ്ഞു. ആദ്യം ഇത്തിരി വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ ഒരു കാരം, നമ്മളിൻ്റെ ഇരുമ്പം പുളി കാരം കളയുന്നത് പോലെ ഇതിൻ്റെ കാരം ഇച്ചിരി കളയണമെന്നുണ്ട്. ബാക്കിയെല്ലാം അതേ പ്രൊസീജിയറാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെങ്ങാണം ഉണ്ടായിരുന്നെങ്കിൽ പൂ ഇങ്ങോട്ട് പൊട്ടായിട്ട് വരുന്നേ ഉള്ളൂ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകാനായിരുന്നു. ചേച്ചിയുടെ ഇവിടേക്ക് ഉണ്ട്. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങളങ്ങ് ചക്കയ്ക്ക് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. കടുകും വറുത്ത് അപ്പോഴത്തേക്കിനും ചക്കയൊക്കെ വെന്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു വീഡിയോകൾ, പക്ഷേ ഞാൻ അതൊന്നും എടുത്തില്ല. ഷോർട്ടായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പം ചക്കയും ഈ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്നും വരുന്ന മീൻകാരൻ കാക്ക വന്നു. അപ്പം മുറ്റത്ത് വരെ വരുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞ് മത്തിയായിരുന്നു കൊണ്ടുവന്നത്. ഞങ്ങളങ്ങനെ ആ മീനൊക്കെ വാങ്ങിച്ച് ഞാൻ പറഞ്ഞു, എന്നാൽ അത് ഇനി ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട, അമ്മക്കതങ്ങ് കറി വെച്ച് വയ്ക്കാമെന്ന്. അപ്പോൾ ചിക്കൻ കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ട് വൈകിട്ടത്തേക്ക് പിന്നെ മീൻ കറി വയ്ക്കാമെന്നും പറഞ്ഞ് ആ ചാളയും കൂടെ വെട്ടി കറി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ട് കട്ടൻ കാപ്പിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചക്കപ്പഴം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും ചക്കപ്പഴമൊക്കെ കഴിച്ചു. ആദ്യം ചിന്തിച്ച് ഒന്നും കിട്ടത്തില്ലെന്ന്, പക്ഷേ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇതൊക്കെ ചക്കപ്പഴം കിട്ടി. അങ്ങനെ വൈകിട്ട് എല്ലാവർക്കും കൂടെ ചക്കപ്പഴം ഇട്ട് പിന്നെ തേയില വെള്ളം അല്ലെങ്കിൽ കട്ടൻ കാപ്പി ഇടാമെന്ന് വെച്ച്. ഇത് നല്ല തേൻ വരിക്കുക. ഇതിൻ്റെ അകത്ത് നല്ല തേനുണ്ട്, ലിക്വിഡ്. അപ്പോൾ ചക്കയൊക്കെ ആവശ്യത്തിൽ കഴിച്ചു. അപ്പോൾ ആങ്ങൾ പറയും, നിനക്ക് ഇപ്പോൾ ഇതിൻ്റെ വന്ന സമയത്ത് ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ കഴിച്ച് നമുക്കൊരിത്തിരി ഇതായി. അവൻ പറഞ്ഞ് ഇവിടുന്ന് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് തോന്നും ഇച്ചിരി കിട്ടിയായിരുന്നെങ്കിലെന്നും. സത്യം, നമുക്കിപ്പോൾ അതിൻ്റെ വാല്യൂ അറിയുന്നില്ല. പിന്നെ വൈകുന്നേരം ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ എൻ്റെ കൊച്ചുമോൻ്റെ പരിപാടി ഇതാ. മസാജ് ചെയ്യുവാന്നോ? ഒരുക്കുവാന്നോ?
മതിയെ കളഞ്ഞു വാ, നീ പോരെ. അത് ഇഷ്ടമാവണം. മതി, ഇനി ഇങ്ങനെ പോരെ. അല്ല, നിന്നെ ഒരിക്കലും ഒത്തിരി സമയം എടുത്താൽ ആണോ? നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. നന്നായിട്ട് ഉറങ്ങണോ? അല്ല, നന്നായിട്ട് ഒരുങ്ങണം. ഇവിടെ ഫ്രണ്ടില് വന്നിട്ട് അമ്മയുടെ മുഖം ഓർക്കണ്ട. പതുക്കെ പതുക്കെ. മതിയെ കളയ. വലിക്കാതെ മതി. വേണ്ടാ അടിപൊളി. എല്ലാരും ഇത് കാണുമ്പോൾ സുന്ദരം പറയും. പോയി ഉണ്ണി ഇറച്ചിയാണോടാ? ഇനി മതിയാക്കളെ, ഇനി ഇറങ്ങിയാറേ. മതി. അല്ല, ഒത്തിരി സമയം എടുക്കും നിന്നെ ഉടക്കണേ. മോനെ വീട് അവിടെ തല നോവും. പിന്നെ ഇത് താക്കുക, പിന്നെ ഇനി ഇനി പോരെ. മസാജ് ചെയ്ത് മതി. അയ്യോ, പതുക്കെ പതുക്കെ. പിരിയം വരയ്ക്കുന്നു. എനിക്കറിയത്തില്ല. അയ്യോ, ഇവര് ഡാൻസിന് ഒരുക്കിയായിരുന്നു. ഡാൻസിന് ഒരുക്കിയായിരുന്നു. ഇങ്ങനെ ഒരുക്കിയാ കൊള്ളാം. ദൈവമേ, വേണ്ട, വീഴും. ഇനി വാ, മതി 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 മതി, ഇനി ഇറങ്ങും. മതി, ഇനി വാ, ഇനി വാ കളെ, ഇനി വാ. ഇനി 20 രൂപ ഒന്ന് മാറി നിൽക്കുമ്പോ നിന്റെ അമ്മ എന്നെ ഓടത്തിൽ നിങ്ങൾ കാണ്. ഇത് തേയിന്റെ കൈനത്തിൽ ആദ്യം നോക്കിക്കോ. വേണേ പിടിച്ചിങ്ങേടാ. മതി. ഇനി വാ, ഇനി ഫ്രണ്ടി വാ. ഫ്രണ്ടി പൗഡർ ഇടടാ. ഇനി വാ, ഇനി വാ. ഫ്രണ്ടി വന്നിട്ട് അയ്യോ അയ്യോ, അടിക്കാതാ. ഇനി ഇനി വാ. മതി, ഇനി വാ, ഇറങ്ങി വാ. ഇനി എല്ലാരും ഇവിടെ നോക്കണം. പിന്നെ അത് കൈനത്തിൽ ഇടുമ്പോഴുള്ളൂ. ഇത് ലാസ്റ്റേ ഉള്ളൂ. എല്ലാം നല്ലതാ. ഇനി ഫോട്ടോ എടുത്തോണ്ട് മക്കൾ പോയി കുളി. ബട്ടൺസ് ഇടാൻ അറിയാമോ? ഇട്ടോ. കുളിച്ച് സുന്ദരനായല്ലേ. എനിക്ക് കൂടാൻ അറിയാം, പിന്നെ ഇടാനും അറിയാം. ഇട്ട് കാണിക്കാം. അങ്ങനല്ല, അങ്ങനല്ല, ഒന്ന് പോയി. അങ്ങനല്ല മോനെ. ഈ ബട്ടൺസ് പോയോ? അങ്ങനല്ല. ഈ ബട്ടൺസ്, ഈ ബട്ടൺ, ഈ ബട്ടൺസും ഈ ബട്ടൺസും ഇട്. ഇത് മേലിലായിരുന്നത്. മേളിലല്ല. അന്നേരം കണ്ടി ഇത് ശരിക്കാന്നോ? അല്ലല്ലേ, ഇത് ഇതിലാ ഇടുന്നേ. മേളി വേറെ ഉണ്ട്. അല്ല, എന്റെ വീട്ടിലിരുന്ന് അവൻ അവിടെ അവന്റെ
വണ്ടിയും കൊണ്ടുള്ള കളിയാ. ഫോട്ടോ എടുക്കുവാണേ. അവന് ഫോട്ടോയും വേണ്ട, ഒന്നും വേണ്ട. അവിടെ ഇതും കൂടെ പേഷ്യനും വന്നു. ഫിഷ്യൻ അച്ചാച്ചനും വന്നു. ജേക്കുമ്പം കളിക്കുവാ നോക്കളെ. കുഞ്ഞിന്റെ വണ്ടി ഇതാണോ? ഫേവറേറ്റ് ആണോ? ജോഷ അടിയിട്ടേ. ജോഷ വീഴുന്നേ. ഇന്ന് ഇവരെ അടിക്കാൻ പോവാന്നല്ലേ. എനിക്കറിയാമോ ഇത് എന്തുവാ? ഇത് എന്തുവാ? मोटर जीप. हाँ मोटर जीप. मैंने इसको सिखाया. नो नो. Come on, follow me. No, sing the danger. I know. बिरयानी. मैं बिरयानी सुंदर आकी. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളൊന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.